നമുക്ക് വേണ്ടതെല്ലാം നമ്മൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നു. പക്ഷെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് വർക്കൗട്ട് ആയെന്ന് വരില്ല. കാരണം നമ്മൾ ചെയ്യുന്നതിനുപരി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ എക്സാംസ്, കരിയർ, ജോബ് എല്ലാം നേടിയെടുക്കാൻ പറ്റും. കാരണം ചെറുതിലേ അവർക്ക് അതിനുള്ള പാഠം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. കാരണം എന്താന്ന് വെച്ചാൽ അവർ പെട്ടെന്ന് ലെറ്റ് ഗോ ചെയ്യും. നമ്മളെപ്പോലെ അല്ല. നമ്മളിങ്ങനെ എപ്പോൾ നടക്കും, എങ്ങനെ നടക്കും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അവരങ്ങനെയല്ല. അത് ചെയ്ത് കഴിഞ്ഞ് തീർന്നു. പിന്നെ അവരുടെ ലോകത്ത് അവർ ഫ്രീ ആയിട്ട് ഹാപ്പി ആയിട്ട് ചുറ്റുകയും ചെയ്യും. അറ്റ് ദ സെയിം ടൈം പ്രപഞ്ചം അവരെ ആ വഴികളിലൂടെ നടത്തുകയും ചെയ്യും. ഇത് ഞാൻ വെറുതെ പറയുന്നില്ല. എൻ്റെ മകളെ കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തെടുപ്പിച്ച ഒരു വലിയ കാര്യം എന്ന് തന്നെ പറയാം. എനിക്കത് വലിയ കാര്യമാണ്. ഒരു ഗവൺമെന്റ് എക്സാം പാസ്സായി. അതിന്റെ സ്കോളർഷിപ്പ് എക്സാം ആണ്. അങ്ങനെ ഒന്നും ടോപ്പർ അല്ലാത്ത മീഡിയം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടി മാനിഫെസ്റ്റ് ചെയ്തെടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞിനെ കൊണ്ടോ ഇല്ല ആരെ കൊണ്ട് വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ കുറേ എഫർട്ട് ഇട്ട് പഠിക്കുന്നു, കുറേ അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു, കഷ്ടപ്പെടുന്നു, എന്ത് ചെയ്തിട്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റാത്തതിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും കുട്ടികളെ കൊണ്ട് തന്നെ അട്രാക്ട് ചെയ്ത് അവരാഗ്രഹിക്കുന്ന അച്ചീവ്മെന്റ്സിലെല്ലാം അവരെ എത്തിപ്പിക്കാൻ പറ്റും. അതിന് നമ്മളൊന്ന് മൈൻഡ് വെച്ച് നമ്മുടെ കൂടെ നിന്നൊന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷൈനി. പറയാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളിങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാം. പക്ഷെ കൂടുതലും അവരവർ മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴാണ് വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതും നമുക്കതിൽ പെട്ടെന്ന് റീച്ച് ആകാൻ പറ്റുന്നത്. നമുക്ക് അങ്ങനെ ആഗ്രഹിച്ച് വിഷ്വലൈസ് ചെയ്യാം, പാരൻസിനും ബാക്കിയുള്ളവർക്കും. പക്ഷെ ഈ കുട്ടികളെ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യിക്കുകയാണെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ലെറ്റ് ഗോ ചെയ്യും. കാരണം അവരുടെ ഏജ് അങ്ങനെയാണ്. അവർ അതിൽ തന്നെ ഇങ്ങനെ പിടിച്ച് അതാ നടക്കോ ഇല്ലയോ എന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ട് നേടിയെടുക്കാൻ പറ്റും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. എൻ്റെ കുട്ടിയെ കൊണ്ട് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യിപ്പിച്ച് ഞാൻ അതിൽ നേടിയെടുത്ത വളരെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി എന്ന് തന്നെ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത് നോർമലായിട്ട് തോന്നുമായിരിക്കും. ബട്ട് എനിക്കത് സക്സസ്ഫുൾ ആണ് വളരെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളെ കുട്ടികളെ കൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഗ്രഹിക്കുന്നതിലും ഉപരി അവരെ ഒരു സക്സസ് ലെവലിൽ നമുക്ക് എത്തിച്ചേർക്കാൻ പറ്റും. പല കാര്യങ്ങളും അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ കാര്യമാണ്. അവള് ഒരു 7th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത് വരെ അങ്ങനെ വലിയ ഒരു ടോപ്പറൊന്നുമല്ല, ക്ലാസ്സിൽ ടോപ്പറൊന്നുമല്ല, ഒരു മീഡിയം പഠിക്കുന്ന കുട്ടിയാണ്. അത് മാത്രമല്ല ഞങ്ങളും അങ്ങനെ പുഷ് ചെയ്യാറില്ല. നീ ക്ലാസ്സിൽ ടോപ്പർ ആവണം, ഇങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം എന്ന് പുഷ് ചെയ്യാറില്ല. അവൾ അങ്ങനെ ട്യൂഷനോ ഒന്നും പോകുന്ന കുട്ടിയല്ല. സ്വയം വന്നിരുന്ന് അവൾക്ക് തോന്നുന്ന രീതിയിൽ എത്ര പഠിക്കണമെന്ന് തോന്നുന്നു അവളെ ഇഷ്ടത്തിന് നമ്മളങ്ങ് വിടുകയായിരുന്നു. മൂത്ത കുട്ടികളെ അങ്ങനെ ആയിരുന്നില്ല. അവർ പഠിക്കണമെന്ന് പറഞ്ഞ് കൂടെ ഇരുന്ന് നമ്മളും എഫർട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്ന് ഇവളെ ഇഷ്ടത്തിന് വിട്ടു. കാരണം എനിക്ക് കൂടുതലും കുട്ടികളോട് ഇരുന്ന് പഠിപ്പിക്കുമ്പോൾ എനിക്ക് തലവേദനയും ടെൻഷനും ആണ് ഉണ്ടാകുന്നത്. എനിക്കത് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുകയും ഞാൻ നെഗറ്റീവ് ആകുന്നതായിട്ടും ഫീൽ ചെയ്യാൻ തുടങ്ങി. സോ അവളെ ഞാൻ ഫ്രീ ആയിട്ട് വിട്ടെങ്കിലും അവളൊരു മീഡിയം പഠിക്കുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷനിലൊക്കെ കുറേ നല്ല ഇതാവാൻ തുടങ്ങിയപ്പോൾ ഈ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ചൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അവരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ, നമ്മുടെ മാനിഫെസ്റ്റേഷനും ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇതെല്ലാം കണ്ടു വളരുകയാണല്ലോ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു എന്ന് വെച്ചാൽ 7th സ്റ്റാൻഡേർഡിൽ എത്തിയപ്പോൾ പറഞ്ഞു, ഇനി അടുത്ത വർഷം 8th സ്റ്റാൻഡേർഡിൽ വരുമ്പോൾ NMMS എക്സാം വരികയാണ്. അപ്പോൾ അതിൽ നീ പാസ്സാവുകയാണെങ്കിൽ മാസം തോറും ഗവൺമെൻറ് എക്സാം ആണല്ലോ, ഗവൺമെൻറ്റിൽ നിന്ന് നിനക്ക് മാസം തോറും 1000 രൂപ വെച്ച് കിട്ടും. ഒരു 12th പഠിക്കുന്നത് വരെ പൈസ കിട്ടും. അപ്പോൾ ഒരു 48-50,000 രൂപയുടെ അടുത്ത് വരെ നിനക്ക് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അപ്പോൾ നീ ഒരു കാര്യം ചെയ്യും, നീ മാനിഫെസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. നീ രാത്രി കിടക്കുന്നതിന് മുമ്പ് നീ NMMS എക്സാം എഴുതുന്നു, അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിനക്ക് നല്ലൊരു ഹൈ മാർക്ക് നിനക്ക് കിട്ടുന്നു എന്ന്. വളരെ കുറച്ച് കുട്ടികളായിരിക്കും ജയിക്കുന്നത്. ഇതിൽ ടോപ്പേഴ്സ് ആയിട്ട് ഇരിക്കുന്ന കുട്ടികൾ പോലും ചിലരൊന്നും ജയിക്കാറില്ല. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ജയിക്കുന്ന കുട്ടികളുടെ ഫ്ലെക്സ് വരെ സ്കൂളിൽ വയ്ക്കുമായിരുന്നു. ഒരു വർഷം വരെ ആ കുട്ടികളുടെ ഫ്ലെക്സ് അവിടെ സ്കൂളിൽ വലുതായിട്ട് വെച്ചിരിക്കും. അപ്പോൾ ഇവരെ അസംബ്ലിയിലൊക്കെ വിളിച്ച് ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, പ്രൈസ് കൊടുക്കുക, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അതൊക്കെ വിഷ്വലൈസ് ചെയ്യും. NMMS എക്സാം കഴിഞ്ഞു, റിസൾട്ട് വന്നു, നിനക്ക് നല്ല മാർക്ക്, നിന്റെ പിക്ചർ അവിടെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു, നീ അത് കണ്ടിട്ട് ചിരിച്ചിട്ട് പോകുന്നു, നിന്നെ എല്ലാവരും കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, നിനക്ക് മണി വരുന്നു, അങ്ങനെയൊക്കെ നീ വിഷ്വലൈസ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ ഇങ്ങനെ ചെയ്യിപ്പിക്കും. എന്നിട്ട് ഡെയിലി ഒന്നും ചെയ്യിപ്പിക്കില്ല. എന്നിട്ട് അവർ മസ്റ്റായിട്ട് ലെറ്റ് ഗോ ചെയ്യും. കുട്ടികളല്ലേ, അവർക്ക് ഇതൊന്നും ഓർത്തിരിക്കാൻ സമയമല്ല. അത് ചെയ്തു, അത് കഴിഞ്ഞ് അവരുടെ കാര്യങ്ങളിലും കളിയും അവരുടെ ലൈഫാണ്. നമ്മളാണ് ഇങ്ങനെ ഇപ്പം നടന്നത് എങ്ങനെ നടക്കുമോ അങ്ങനെ ഇങ്ങനെ കുറേ ഡൗട്ട്സ് കൊണ്ടുവന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷനെ നമ്മളെ കൊളാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ
ഈ അമാവാസി, പൗർണമി ഇങ്ങനത്തെ ദിവസങ്ങൾ വരുമല്ലോ, അത് പവർഫുൾ ഡേ ആണ്. അന്ന് നല്ലൊരു വൈബ്രേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനെയുള്ള ദിവസം വരുമ്പോൾ ഞാൻ ഇതിലൊക്കെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അത് അറിയാൻ പറ്റും. ഞാനും വീഡിയോസ് ചിലപ്പോൾ ഒക്കെ ഇടാറുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഞാനും അങ്ങനത്തെ ദിവസങ്ങളിൽ മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഞാൻ അന്നത്തെ ദിവസം മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് നല്ല മെഡിറ്റേഷൻ കിട്ടും. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കും, മോളെ ഇന്ന് അമാവാസിയാണ്, പൗർണമിയാണ്, ഇന്ന് ചെയ്താൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നിനക്ക് അതിൽ റീച്ച് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് നമ്മുടെ മാനിഫെസ്റ്റേഷൻ നടക്കും, അതുകൊണ്ട് ഇന്ന് രാത്രി നീ ചെയ്യണേ എന്ന് പറഞ്ഞ് ഓർമ്മിപ്പിക്കും. അപ്പോൾ അവളും അങ്ങനെ ചെയ്തിട്ട് കിടക്കും. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എന്തായെന്ന് വെച്ചാൽ ഇവള് മീഡിയം പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് ഇവളെന്താ എന്ന് വെച്ചാൽ പഠിക്കാൻ തുടങ്ങി. അവൾക്ക് തന്നെ സ്വയം ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി, സെക്കൻഡ് റാങ്ക് വാങ്ങാൻ തുടങ്ങി. ഞങ്ങൾ തന്നെ ഷോക്കായിപ്പോയി. കാരണം അവൾ ഒരിക്കലും അങ്ങനെ വാങ്ങിയിട്ടില്ല ഈ സ്കൂളിൽ വന്നിട്ട്. സെക്കൻഡ് റാങ്ക് വാങ്ങിയിട്ട് ഈ ബാൾജ്, അവരുടെ സ്കൂളിൽ ഫസ്റ്റ് റാങ്കിന് സെക്കൻഡ് റാങ്കിന് ഈ ബാൾജ് വെച്ച് കൊടുക്കും. ഇവിടെ അസംബ്ലിയിൽ വിളിച്ച് ബാൾജ് വെച്ച് കൊടുക്കും. അപ്പോൾ അതൊരു അവർക്ക് പ്രൗഡ് ആണ്. എല്ലാ കുട്ടികളുടെ മുമ്പിൽ അവർക്കൊരു വാല്യൂ കിട്ടുന്നു. അങ്ങനെ പെട്ടെന്ന് നമുക്ക് ബാൾജൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പോൾ വളരെ ഹാപ്പിയായി. പിന്നെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ഈ ബാൾജ് ഇനിയും നിലനിർത്തണം, പഠിക്കണം എന്നൊക്കെ ഒരു ഇൻട്രസ്റ്റ് വരാൻ തുടങ്ങി. ആ പ്രപഞ്ച ശക്തി തന്നെ കൊടുക്കുന്നതാണ്. അല്ലാതെ ഇത്രയും വർഷം പഠിക്കാതിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഇൻട്രസ്റ്റ് വരുന്നു, പഠിക്കാൻ തുടങ്ങുന്നു, അവൾ ആ വഴികളിലൂടെ നടത്തുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ അവൾക്ക് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ NMMSന്റെ യൂട്യൂബിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അവൾ എടുത്ത് പഠിക്കാൻ തുടങ്ങുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ 8th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് വന്നപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് നന്നായിട്ട് കുറേ പഠിക്കുന്ന കുട്ടികളെ സെലക്ട് ചെയ്ത് അവർക്ക് കോച്ചിങ് കൊടുക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ പഠിക്കുന്ന 5th റാങ്ക് വരെ വരുന്ന കുട്ടികൾക്ക് അതിൽ ചേരാൻ പറ്റും. അതിനായിട്ട് ഈ പ്രപഞ്ചശക്തി ഇവളെ 7th ഇരുന്ന് മുമ്പോട്ട് കൊണ്ടുവരാൻ തുടങ്ങി. അതിനുള്ള മൈൻഡ് കൊടുക്കാൻ തുടങ്ങി. അങ്ങനത്തെ വഴികളിലൂടെ നടത്താൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇവൾക്ക് ഇങ്ങനെ ഈ കോച്ചിങ്ങിൽ വരാൻ ചാൻസ് കിട്ടിയത്. അപ്പോൾ ഇതാണ് പറയുന്നത്, പ്രപഞ്ചം നമ്മൾ ആ വഴികളിലൂടെ നടത്തുന്നു പറയുന്നത് അതുകൊണ്ടാണ്. അത് അല്ലാതെ അത്രയും വർഷം പഠിക്കാതിരുന്ന കുട്ടി പെട്ടെന്ന് പഠിക്കാൻ തുടങ്ങുക, അങ്ങനത്തെ വഴികൾ, ക്വസ്റ്റ്യൻ പേപ്പർ, അതിനുള്ള പഠിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെ വരിക, ഇതൊക്കെ പ്രപഞ്ചം നടത്തുന്ന വഴികളാണ്. അങ്ങനെ ഫൈനലി റിസൾട്ട് വന്നു. അപ്പോഴാണെങ്കിൽ NMMSൽ നമ്മൾ ജയിച്ചാൽ മാത്രം പോരാ, കാരണം കോമ്പറ്റീഷൻസ് ഇങ്ങനെ കൂടുകയാണ്. അപ്പോൾ ഇവർ മെറിറ്റും എടുക്കണം, എന്നാൽ മാത്രമേ ഇവർക്ക് പൈസ കിട്ടുകയുള്ളൂ. അപ്പോൾ വന്ന് പറഞ്ഞു, അമ്മ ഞാൻ ജയിച്ചു, ബട്ട് എനിക്കിനി മെറിറ്റ് കിട്ടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇല്ല കിട്ടും, നീ മാനിഫെസ്റ്റ് ചെയ്തതല്ലേ, പ്രപഞ്ചശക്തി തീർച്ചയായിട്ടും നിനക്ക് തരുമെന്ന് പറഞ്ഞു. പിന്നെ മെറിറ്റ് വന്നു, അതിലും ഇവള് സെലക്റ്റായി. പിന്നെ നമ്മൾ ആഗ്രഹിച്ചതുപോലെ ഫ്ലെക്സ് വന്നു, ഇവരെ വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഞങ്ങൾക്ക് അതിനേക്കാളുപരി സന്തോഷം എനിക്കതിന്. കാരണം മാനിഫെസ്റ്റേഷൻ്റെ പവറാണ് അവിടെ. അവൾ മാത്രമല്ല, ഞാനും മാനിഫെസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മൾ പാരൻസ് മറ്റുള്ളവർക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ അവരവർ സ്വയം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ അത് വളരെ ഫാസ്റ്റായിട്ട് റീച്ച് ആവും. അപ്പോൾ ഞാനും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അവിടെ ഇങ്ങനെ ഫ്ലെക്സ് വെച്ചിരിക്കുന്നത് ഞാൻ ഇങ്ങനെ നോക്കി ചിരിക്കുന്നതായിട്ടൊക്കെ ഞാനും വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഈ മാനിഫെസ്റ്റേഷനിലൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവൾ തന്നെ വന്ന് പറയാൻ തുടങ്ങി, അമ്മ ഞാൻ ഇന്ന ബട്ടർഫ്ലൈ കണ്ടു, ഞാൻ എക്സാമിന് പോയിരിക്കുമ്പോൾ ഒരു ബട്ടർഫ്ലൈ വന്ന് എൻ്റെ ചുറ്റിലും ഇങ്ങനെ വെള്ള ബട്ടർഫ്ലൈ വന്ന് ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി, ഞാൻ ബ്ലൂ കളർ ബട്ടർഫ്ലൈ കാണാൻ തുടങ്ങി. ഇപ്പം ഞാൻ പറയും, എൻകറേജ് ചെയ്യും, ബ്ലൂ കളർ ബട്ടർഫ്ലൈ കണ്ടോ, അപ്പം നിന്റെ മാനിഫെസ്റ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, നീ തീർച്ചയായിട്ടും അതിലെത്തും. ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആ ലോ ഓഫ് അട്രാക്ഷൻ്റെ റൂട്ട് അവരങ്ങ് പിടിച്ചു കഴിഞ്ഞു. ഇനി അവരുടെ ലൈഫിൽ അവർക്ക് വേണ്ടതെല്ലാം അവർ ആ റൂട്ടിലേക്ക് പോകും. നമ്മൾ ചെയ്യേണ്ട എല്ലാം എന്താന്ന് വെച്ചാൽ അവർക്ക് എന്താണോ വേണ്ടത് ഇങ്ങനെ അവരെ മോട്ടിവേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുക. നീ ഇങ്ങനെ ചെയ്യണം, ചെയ്തേ മതിയോ, അങ്ങനെ പറയരുത്. ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നീ അതിലെത്തിച്ചേരും, നീ അങ്ങനെ വിഷ്വലൈസ് ചെയ്തിട്ട് നീ അതിലെത്തും എന്ന് പറഞ്ഞ് നമ്മൾ അതിലൊന്ന് ഒരു ഇമാജിനേഷനിൽ വിട്ടാൽ മതി. പിന്നെ ബാക്കിയെല്ലാം വളരെ കുട്ടികൾക്ക് ഈസി ആയിട്ട് നടക്കും. കാരണം അവർ മസ്റ്റായിട്ട് ലെറ്റ് ഗോ ചെയ്യും. അതുകൊണ്ട് അവർക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് അതിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾക്ക് മക്കൾക്ക് മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനോട് ആരോടായാലും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ അതിനെക്കുറിച്ച് എന്താണോ വേണ്ടത് അതിലെത്തുന്നതായി ഒന്ന് വിഷ്വലൈസ് ചെയ്തു വിടൂ. വളരെ ഈസി. പിന്നെ ബാക്കിയെല്ലാം പ്രപഞ്ചം നോക്കിക്കൊള്ളും. അതുമാത്രമല്ല, പിന്നെ നമ്മൾ ഒരു കാര്യം നേടിയെടുത്തു കഴിഞ്ഞാൽ അവർക്ക് തന്നെ പിന്നെ ഇൻട്രസ്റ്റ് ആവും. അവർ പിന്നെ ലൈഫിൽ എന്തൊക്കെയാണോ വേണ്ടത് അതിനെ അവർ തന്നെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പം ഞാൻ ഇത് നേടിയെടുത്തു കഴിഞ്ഞപ്പോൾ മറ്റൊന്ന് പറഞ്ഞു, ഇത് കൂടെ ചെയ്യും മോളെ എന്ന്. അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല, അവർ പിന്നെ ആ ഒരു സയൻസ് കാണുക, അതൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുകയും അവരുടെ ലൈഫിൽ അവർ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാനും പറ്റും. അത് കണ്ട് നമുക്ക് സന്തോഷിക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഇങ്ങനത്തെ മാനിഫെസ്റ്റേഷനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അവരെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും എല്ലാ കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും ഉണ്ടാകട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.